ബിഗ് ബോസ് സീസൺ 7 കുറെ കോൺട്രവേഴ്സി നടക്കുന്നതിൽ ഒരു കാര്യം എടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു ഷോയാണോ അല്ലയോ എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ കാണുന്ന ഷോ അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് ആണ് ഇതിന് കൂടുതലുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആക്ച്വലി ഇതെല്ലാവരും കാണും കേട്ടോ. അപ്പർ ക്ലാസ് ആയാലും മിഡിൽ ക്ലാസ് ആയാലും ഇനി ലോവർ മിഡിൽ ക്ലാസ് ആയാലും എല്ലാവരും ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ചിലർക്ക് ഇത് ഭയങ്കര എന്തോ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇതിങ്ങനെ കാണുന്നുണ്ടെന്ന് പറയണത് അത്ര സുഖമല്ല. അതുകൊണ്ട് അവർ പറയും ഞങ്ങളിതൊന്നും കാണുന്നില്ല, ഇതൊക്കെ ഒരു ഷോ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു മോളുടെ വീഡിയോ ഇവിടെ ചേർത്ത് വയ്ക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കുക. ആ മോള് അതിനകത്തുള്ള ഒരു സ്പെസിഫിക് പോർഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കന്ന് കാണാം. ഉച്ചയ്ക്ക് 1:45 നിങ്ങൾ കയറിയിട്ട് ഇന്നേ വരെ സമയത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഒഴിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ലക്ഷറി ലൈഫിന് അല്ലാതെ നിങ്ങളുടെ ടാസ്കിന്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ കുഴപ്പം കൊണ്ടല്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇവിടെ എന്നും ലക്ഷറി ലൈഫ് ഒന്നും കിട്ടില്ല. ഇതാണോ ലക്ഷറി ലൈഫ്? രാവിലെ 10 മണിക്ക് കിട്ടണത് ഉച്ചയ്ക്ക് 1 മണിക്ക് കിട്ടുക, 1 മണിക്ക് കിട്ടുക രാത്രി 10 മണിക്ക് കിട്ടുക. അതാണോ ലക്ഷറി ലൈഫ്? കറക്റ്റ് 10 മണിക്കും പിന്നെ BP ഷുഗർ ഉള്ളവർക്കൊക്കെ ഉപ്പ് കോരിട്ടിട്ട് കൊടുക്കുക, പഞ്ചസാര കൂട്ടി കൊടുക്കുക. അയ്യ ഭയങ്കര കിച്ചണ്ടി. നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട്. കുട്ടി അത് നന്നായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം കാണുന്നതാണ് കേട്ടോ. ഞാൻ സ്ഥിരം റെഗുലർ വ്യൂവറാണ് അവരുടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മോളാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ കുഞ്ഞ് ഇത് കാണാതെയാണോ ഇത് പഠിച്ചത്, ഇത് ചെയ്തത്? അപ്പോൾ കുടുംബ പ്രേക്ഷകർ മാത്രമല്ല കുട്ടികൾ ഉൾപ്പെടെ ഇത് കാണുന്നുണ്ടെന്നുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ ചേർത്ത് വെച്ചത്. പലരും ഒരു തർക്കബുദ്ധിയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, ഇതൊന്നും ആരും കാണുന്ന ഷോ അല്ല, ഇത് കാണുന്നതാണ്. ഇത് മാത്രമല്ല, ഇതിനോട് നമ്മുടെ ഇപ്പോൾ രേണുസുതി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കണ്ണടച്ച് കിടക്കണം, അതിനെ ഒക്കെ ഒത്തിരി കുട്ടികൾ എടുത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരെന്ന് പറയുമ്പം ഇത് വീടുകളിൽ, അതായത് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഒരു വലിയ ഒരു ആധിക്യമുണ്ട് ഇതിനകത്ത് എന്നുള്ളത് തിരിച്ചറിയണം. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്തേ കാണിക്കാൻ പാടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിന് ഉണ്ടാകണം. ബിക്കോസ് അത് പുറത്ത് എങ്ങനത്തെ ഇമ്പാക്റ്റ് കൊടുക്കും എന്നുള്ളത് തിരിച്ചറിവാണ്. നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇതുപോലുള്ള സംഗതികൾ മാത്രം ധാരാളമാണ്. കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഒരു ഷോയ്ക്കകത്ത് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കണ്ടന്റായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പുതപ്പിനടിയിലെ കുൽസിതം, അത് കാണിക്കാൻ പറ്റും. 2 തെറി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം വെല്ലുവിളിക്കുന്നതും അടി കൂടുന്നതും ഒക്കെ, ഇതൊക്കെ ക്രൈം സെക്ഷനിൽ പെടും. ഒരു പബ്ലിക് ഷോയിൽ കാണിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ തന്നെ ഡിസ്ക്ലൈമറിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുമുണ്ട്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്ക്രീൻ ചെയ്യാനും നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുമുള്ള എല്ലാ ഓപ്ഷനും ഉണ്ടായിരിക്കെ നിങ്ങളത് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പുറത്തും വരും. കുറെ പേപ്പർ വർക്ക് കൊണ്ട് എല്ലാവരുടെയും വായടപ്പിക്കാം എന്നുള്ളൊരു തോന്നലൊന്നും ബിഗ് ബോസിന് വേണ്ടെന്നാണ് പറയാനുള്ളത്. ഓരോ തവണയും ഈച്ച് ആൻഡ് എവറി ഇയർ എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ തർക്കബുദ്ധിയോടുകൂടി പലരും വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസ് കാണുന്നത് കുട്ടികളൊന്നും അല്ലാന്ന്. കുട്ടികൾ കാണുന്നുണ്ട്, കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടുംബ പ്രേക്ഷകരാണ് അത് കൂടുതൽ കാണുന്നത്, അവർക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ അവിടെ കാണിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രശ്നം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല, ബട്ട് സ്റ്റിൽ പറയേണ്ട കാര്യം പറഞ്ഞു പോകുന്നതല്ലേ എൻ്റെ ഒരു ശരിയായ നടപടി. അവിടെ ട്രാൻസ് വിഭാഗത്തിനെ കൊണ്ടുവന്നൊന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികം, അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഡിസ്ക്രിമിനേഷൻ, അവർ ഒരുപാട് രീതിയിൽ ഒതുക്കി വെക്കുന്ന ഒരു ടേമുണ്ട്. നമ്മുടെ സമൂഹം അവരെ അംഗീകരിക്കാൻ കുറച്ച് വൈക്ലഭ്യം കാണിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് അങ്ങനെ ഒരു കാര്യം നല്ലത് തന്നെയാണ്. അങ്ങനെ കുറച്ച് പേരെ കൊണ്ടുവന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരിങ്ങനെയാണ് സമൂഹത്തിൽ അവർ നേരിട്ട പ്രോബ്ലംസ് നമ്മളിലേക്ക് എത്തിക്കുക, അതിൽ കൂടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുക, ദേ നീഡ് അല്ലെങ്കിൽ ദേ ഡിസേർവ് മോർ അറ്റൻഷൻ എന്നുള്ളത് നമ്മളിലേക്ക് എത്തിക്കുക ഒക്കെ നല്ലതാണ്. പക്ഷെ അരാജകത്വവാദം നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. അതിൻ്റെ ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം മറ്റുള്ളവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര സ്വാതന്ത്ര്യമുണ്ടോ അത്രയും സ്വാതന്ത്ര്യം ഇവർക്കും ഉണ്ടെന്നുള്ള പരിഗണനയും കൂടെ വേണം. ഇപ്പോൾ അവർ ജീവിക്കാൻ അർഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവരിങ്ങനെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വാദഗതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേ വാദഗതി ഇപ്പുറത്ത് നിൽക്കുന്നവർക്കും ഉണ്ട്. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്കിത് താല്പര്യമില്ല, അപ്പം ഞങ്ങൾക്കിതിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനുള്ള എല്ലാ പെർമിഷനും ഉണ്ട്, സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതൊരു വലിയ ഡിബേറ്റ് വിഷയമൊന്നുമല്ല. പക്ഷേ ഈ മകള് കാണിച്ച ഈ ഒരു വിഷയം എനിക്ക് ഇതിനകത്ത് എടുത്തൊരു എക്സാമ്പിൾ കാണിക്കാൻ തോന്നി എന്നുള്ളതാണ്. ഞാൻ അവരുടെ പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ല. ഐ ഡോണ്ട് നോ, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അത് ട്രിം ചെയ്ത് കളയും. പക്ഷേ
സത്യത്തിൽ കുട്ടികളൊക്കെ ഇതിനകത്ത് ഒരുപാട് താല്പര്യത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണത് മനസ്സിലാക്കുക എന്നുള്ളത് അവിടുത്തെ പ്രത്യേകിച്ച് മോഹൻലാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു മഹാനടൻ തന്നെയാണ്, നിങ്ങളെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോ കാണാനായിട്ട് ഒത്തിരി ജനങ്ങൾ വന്നിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. കുറച്ചുകൂടെ വിജിലൻ്റ് ആവുക, കുറച്ചുകൂടെ ജനറസ് ആവുക എന്നുള്ളതാണ്. ഓൺ സൈഡഡ് ആകാതിരിക്കുക. ബോത്ത് സൈഡ് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങളും അവരവരുടെ വാദഗതികളും ഉണ്ടാകും. ആ ന്യായങ്ങൾ, എൻ്റെ ന്യായങ്ങൾ എനിക്ക് വലുതാണ്, അവരുടെ ന്യായങ്ങൾ അവർക്കും. അത് രണ്ടിനെയും ടാലി ചെയ്ത് അമിക്കബിളി അല്ലെങ്കിൽ ന്യൂട്രലി അത് കൊണ്ടുപോവുക എന്നുള്ളത് നല്ലൊരു ഷോ കണ്ടക്ട് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ മിടുക്ക് തന്നെയാണ്. നിങ്ങളുടെ മാത്രമല്ല, അതിൻ്റെ ക്രൂസിൻ്റെയും മിടുക്ക് തന്നെയാണ്. അത്രയേ ഉള്ളൂ. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും ഞാനിവിടെ വിവരിക്കുന്നില്ല. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.